പക്ഷേ ഇതെന്ത് കോച്ചാണ്, ഇതാണോ നമ്മുടെ ഇവാൻ വുക്കോമനോവിച്ചിന്റെ പകരക്കാരൻ എന്നൊക്കെ ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതേ നമ്മുടെ പുതിയ കോച്ചായ മിഗായൽ സ്താറയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം ISL ഇതുവരെ ഒരു സ്വീഡിഷ് കോച്ച് വന്നിട്ടില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ ആദ്യത്തെ സ്വീഡിഷ് കോച്ചായിരിക്കും മിഗായൽ സ്താറെ. ഇപ്പോൾ തന്നെ പലരും പറയുന്നുണ്ട് ഒരു ആവറേജ് കോച്ചല്ല അദ്ദേഹം, ഈ ഒരു കോച്ചിനെയാണ് നമ്മൾ കിരീടം നേടാനായിട്ടൊക്കെ കൊണ്ടുവന്നതെന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അതായത് ഉത്തായ് താനി FCക്ക് വേണ്ടി 25 മത്സരങ്ങളാണ് അദ്ദേഹം കോച്ചായിട്ട് നിന്നിട്ടുള്ളത്. അതിൽ 7 വിജയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 8 തോൽവിയും 10 പരാജയവുമാണ്. സോ ഈ ഒരു സ്റ്റാറ്റ് കണ്ടതോടെ ആരാധകർ കുറച്ച് വിഷമത്തിലാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഈ ഒരു ഉത്തായ് താനി FC എന്ന് പറയുന്ന ക്ലബ്ബ് 2022-23 പോയിന്റ് ടേബിൾ നോക്കിയപ്പോൾ ആ ഒരു പോയിന്റ് ടേബിൾ എനിക്ക് കാണാനേ സാധിക്കുന്നില്ല. അതായത് ഒരു പ്രൊമോഷൻ കിട്ടി വന്ന ക്ലബ്ബാണ് തായ് ലീഗ് ഫസ്റ്റ് ടയറിലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പ്രൊമോഷൻ കിട്ടി വന്ന ഒരു ക്ലബ്ബാണെങ്കിൽ ആ ഒരു ക്ലബിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. കാരണം ഈ ഒരു ക്ലബിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് വെറും 24 കോടി രൂപ മാത്രമായിരുന്നു. ഇതിനെക്കാട്ടി മാർക്കറ്റ് വാല്യൂ കൂടുതലുള്ള പല ക്ലബ്ബുകളും ആ ഒരു ലീഗിലുണ്ട്. അതായത് 18-16 ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ഒരു 2023-24 സീസണിൽ അവർക്ക് 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. അതായത് പ്രൊമോഷൻ കിട്ടി വന്ന ഒരു ക്ലബ്ബാണ്. ആ ഒരു ക്ലബിനെ അത്ര മികച്ച രീതിയിൽ പെർഫോം ചെയ്യിപ്പിക്കാൻ അതിന് സാധിച്ചു എന്ന് തന്നെ പറയണം. തായ് ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ള ക്ലബ്ബ് എന്ന് പറയുന്നത് 85 കോടി രൂപയുടെ ക്ലബ്ബാണ്. നമുക്കറിയാം ISL 85 കോടി രൂപയുടെ മാർക്കറ്റ് വാല്യൂ ഉള്ള ക്ലബ്ബുകളൊന്നും തന്നെ ഇല്ല. സോ അത്ര വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള ക്ലബ്ബ് ഒക്കെ ഉള്ളൊരു തായ് ലീഗാണ്. 80, 85, 70, 60 അത്രയൊക്കെ മാർക്കറ്റ് വാല്യൂ ഉള്ള ക്ലബ്ബുകളുണ്ട്. അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്ന ക്ലബിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് വെറും 24 കോടിയായിരുന്നു. അതായത് ആ ഒരു ലീഗിൽ 16-18 ടീമുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു മാർക്കറ്റ് വാല്യൂടെ ഇതിൽ ലാസ്റ്റിൽ നിന്ന് 3ാമതൊക്കെ വരും. ഈ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് മാർക്കറ്റ് വാല്യൂ ഉള്ള ക്ലബ്ബുകളിൽ ഒന്നായിരുന്നു. മാർക്കറ്റ് വാല്യൂ കുറയുമ്പോൾ ടീമിലുള്ള താരങ്ങളുടെയും ക്വാളിറ്റി കുറയും. എങ്കിൽ പോലും അത്യാവശ്യം മികച്ചൊരു പെർഫോമൻസ്, അതായത് ആവറേജ് പെർഫോമൻസ് അവർക്ക് കാണിക്കാൻ സാധിച്ചു. അതായത് പ്രൊമോഷൻ കിട്ടി വന്നൊരു ക്ലബ്ബ്, മാർക്കറ്റ് വാല്യൂ വളരെ ലാസ്റ്റ് ഇരിക്കുന്നൊരു ക്ലബ്ബ്, ആ ഒരു ക്ലബ്ബാണ് 18-16 ടീമുകളുള്ള ഒരു ലീഗ് 7ാം സ്ഥാനത്തെത്താൻ സാധിച്ചത്. സോ അതൊരു നല്ല പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് പറയുന്നത് 2016-17 സീസണിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം BK ഹാക്കൻ എന്ന് പറയുന്നൊരു ക്ലബ്ബിനെയായിരുന്നു പരിശീലിപ്പിച്ചത്. അതും സ്വീഡിഷ് ക്ലബ്ബാണ്. ആ ഒരു ക്ലബിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ 18 മാച്ച് കളിച്ചു, 10 വിജയം, 2 തോൽവി, 6 പരാജയം വരുന്നത്, 32 പോയിന്റ് നേടി. അന്ന് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പരിശീലിപ്പിച്ച ക്ലബ്ബ് എന്ന് പറയുന്നത് MLS ക്ലബ്ബായിരുന്നു. ആ ഒരു ക്ലബിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത്ര മികച്ചൊന്നും അല്ലായിരുന്നു. അതായത് ആ ക്ലബിൻ്റെ ഒരു സ്റ്റാറ്റ് നമുക്കൊന്ന് നോക്കാം. ഏതാണ്ട് 30 മത്സരങ്ങൾ, 8 വിജയം, 8 ഡ്രോ, അതുപോലെ 14 ലോസ്. അത്ര മികച്ചൊരു പെർഫോമൻസ് അല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് അദ്ദേഹം 3 വർഷം എന്താ പറയുക IFA ഗോട്ടബർഗ് എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് ക്ലബിനെ പരിശീലിപ്പിക്കുന്നത്. അവർക്ക് ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് പറയാം, അതിൽ കൂടുതലൊന്നും നേടാൻ സാധിച്ചില്ല. ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമായിരുന്നു. സ്റ്റാറ്റ് നോക്കുന്നില്ല, കാരണം 3 വർഷത്തെ സ്റ്റാറ്റ് കുറച്ചുണ്ട്. സോ അത്യാവശ്യം ഒരു ആവറേജ് പെർഫോമൻസ് അതുപോലെയുള്ളൂ. ഇതിൽ സ്വീഡിഷ് ക്ലബ്ബ്, MLS ക്ലബ്ബ്, ആ ഒരു ക്ലബ്ബ് എങ്ങനെയായിരുന്നു, ആ ക്ലബിൻ്റെ അവസ്ഥ, എങ്ങനെ വന്ന ക്ലബ്ബുകളാണ് എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അവരുടെ ആ ഒരു പോയിന്റ് ടേബിളിലെ സ്ഥാനം മാത്രമേ നോക്കിയിട്ടുള്ളൂ. അദ്ദേഹം അവസാനം കളിപ്പിച്ച അല്ലെങ്കിൽ പരിശീലിപ്പിച്ച ക്ലബിൻ്റെ കാര്യം മാത്രമേ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയുള്ളൂ. ആ ഒരു ക്ലബിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ്. ഒരു പ്രൊമോഷൻ കിട്ടി വന്ന ക്ലബ്ബ്, മാർക്കറ്റ് വാല്യൂ വളരെ കുറവുള്ള ക്ലബ്ബ്, പോയിന്റ് ടേബിൾ 7ാം സ്ഥാനത്തിരിക്കുന്നു. സോ അതൊക്കെ ഒരു മികച്ച പെർഫോമൻസ് ആണ്. അതുമാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഈ ബാക്കി 3 ക്ലബ്ബ് അദ്ദേഹം പരിശീലിച്ച MLS ക്ലബ്ബ്, സ്വീഡിഷ് അദ്ദേഹം 2 ക്ലബ്ബുകളെ പരിശീലിച്ചു. ഒരു ക്ലബിനെ തന്നെ 3 വർഷം പരിശീലിപ്പിച്ചു, IFK ഗോട്ടബർഗ് എന്ന് പറയുന്ന ഒരു ക്ലബിനെ. സോ ഒരു 3 വർഷം പരിശീലിപ്പിക്കുക എന്ന് പറയുന്നൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ആ ഒരു ക്ലബ്ബുകളുടെ ഡീറ്റെയിൽഡ് കാര്യം നോക്കിയിട്ടില്ല. എന്തായാലും ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് ഗുഡ് ബൈ.